പുനരിത ശക്തി എന്ന് വെച്ചാൽ റിന്യൂവബിൾ എനർജി. സൂര്യൻ അതിൻ്റെ ഏറ്റവും വലിയൊരു സ്രോതസ്സാണ്. സോളാർ എനർജി ഉപയോഗിച്ച് ഏതൊരു യന്ത്രവും പ്രവർത്തിപ്പിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാസിയോ AQ-S810W യു സീരീസിൽ വരുന്ന ഒരു വാച്ചാണിത്. നേരത്തെ റിന്യൂവബിൾ എനർജിയുടെ കാര്യം പറഞ്ഞില്ലേ, ഇതും റിന്യൂവബിൾ എനർജിയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു ടഫ് സോളാർ വാച്ചാണ്. കാസിയോയുടെ സോളാർ പവർഡ് വാച്ചുകളാണ് ടഫ് സോളാർ സീരീസിൽ വരുന്നത്. വാച്ചിനെ ബോക്സിനുള്ളിൽ നിന്ന് പുറത്തെടുക്കാത്തതിന് ഒരു കാരണം കേട്ടാ, വാച്ച് 3-4 ദിവസമായിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊരു സോളാർ പവർഡ് വാച്ച് ആയതുകൊണ്ട് തന്നെ വാച്ച് ഇരുട്ടത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് പവർ സേവിങ് മോഡിൽ അഥവാ സ്ലീപ്പ് മോഡിൽ പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഈ വാച്ചിനെ പുറത്തെടുത്ത് അതിൻ്റെ ഡയലിൽ വെളിച്ചം വീഴുന്ന ഉടനെ തന്നെ വാച്ച് വേക്കപ്പ് ആവും. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാച്ച് ഇതുവരെ പുറത്തെടുക്കാണ്ടിരുന്നത്. ഈ ബോക്സ് തുറക്കുമ്പോൾ ഇതിൻ്റെ ഡയലിൽ വെളിച്ചം വീഴുമ്പോൾ തന്നെ നമ്മൾ ഏത് ടൈം സോണിലാണോ വാച്ചിലെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടൈം സെറ്റായി വന്ന് നിൽക്കും. അത് കാണാൻ നല്ല രസമാണ്. വേണ്ട, ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം തുറക്കാതെ വെച്ചിരുന്നത്. ഇത് ഈ ബോക്സിലെ ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാറണ്ടി കാർഡ് ഉണ്ട്. 2 വർഷത്തെ വാറണ്ടിയാണ് ഇതിനുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്. കാസിയോയുടെ 5208 എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ജാപ്പനീസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറയണ ഒരു വലിയ ബുക്ക് ഉണ്ട്. ഇതൊന്നും നമ്മൾ വായിച്ചു നോക്കാൻ നിൽക്കാറില്ല. 6 വർഷവും 7 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാച്ചാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇന്നും ഇതിനൊരു പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റവും പ്രശ്നം പിടിച്ച കാലാവസ്ഥകളിലും അവസരങ്ങളിലും ഉപയോഗിച്ച വാച്ചായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പല അടയാളങ്ങൾ ഇതിലുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതുവരെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഈ വാച്ചിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോളാർ പവർഡ് ആയതുകൊണ്ട് തന്നെ ബാറ്ററി പോലും മാറ്റേണ്ടി വന്നിട്ടില്ല. ഇതൊരു 48mm വാച്ചാണ്. ലെഗ് ടു ലെഗ് 52mm വരും. 13.7 mm ആണ് ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഭാഗത്ത് ഇത് 20 mm വരും. അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം നല്ല വീതി തോന്നിക്കും സ്ട്രാപ്പിന്. ഇതിൻ്റെ കേസ്, ഗ്ലാസ്, അതുപോലെ സ്ട്രാപ്പ് എല്ലാം തന്നെ റെസിനാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോറൽ വീഴും. പക്ഷേ നല്ല ഡ്യൂറബിളാണ്, ഒരുപാട് കാലം നിൽക്കും. ഇത് പൊട്ടിപ്പോകുന്നില്ല. 2 ഇയർ ആണ് വാറണ്ടി വരുന്നത്. അതുപോലെ തന്നെ 100 മീറ്ററാണ് വാട്ടർ റെസിസ്റ്റൻസ്. നല്ലൊരു സ്പോർട്ടി ഡിസൈനാണ് ഇതിന് വരുന്നത്. കണ്ടാൽ പെട്ടെന്ന് G-Shock പോലെയൊക്കെ തോന്നും. ഒരുപാട് ഫീച്ചറുകൾ ഉണ്ട് ഇതിൽ. ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇവിടെ കണ്ടോ, ഒരു വലിയൊരു പോറൽ കാണാം. ഇതൊരു പ്രാവശ്യം ബൈക്കിൽ നിന്ന് കാണാൻ പറ്റിയതാണ്. പക്ഷേ വാച്ച് പൊട്ടിപ്പോവൊന്നും ചെയ്തില്ല. ഒരു ഗോൾഡൻ കളറാണ് ഞാൻ വാങ്ങിയത്. ഇവിടെ ടഫ് സോളാർന്ന് എഴുതിയിട്ടുണ്ടാവും, അതിപ്പോൾ മാഞ്ഞു പോയി. അതുപോലെ തന്നെ ഇവിടെ ഇലുമിനേറ്റർന്ന് എഴുതിയിട്ടുണ്ടാവും. ആ ഇലുമിനേറ്റർന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. ലോ ലൈറ്റ് കണ്ടീഷനുകളിൽ എളുപ്പം സമയം കാണാനായിട്ട് വാച്ച് ഫേസ് ഒരുപോലെ ഇലുമിനേറ്റ് ചെയ്യുന്ന ബാക്ക് ലൈറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന വാച്ചുകളാണ് ഈ ഇലുമിനേറ്റർന്ന് എഴുതുന്നത്. ഇതിൻ്റെ സൂചികളിലും ലൂമുണ്ട്, നൈറ്റിൽ തിളങ്ങും. ഒരു ആംബർ കളർ ലൈറ്റിംഗ് ആണ് ഇതിനുള്ളത്. ഇതൊരു ഡിജിറ്റൽ അനലോഗ് കോമ്പിനേഷൻ വാച്ചാണ് കേട്ടോ. അനലോഗിൽ ഒരു സമയവും അതുപോലെ തന്നെ ഡിജിറ്റലിൽ വേറൊരു രാജ്യത്തെ സമയം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കീപ്പ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഡയൽ തന്നെയാണ് ഇതിൻ്റെ സോളാർ പാനൽ. ഭയങ്കരമായ ചൂടുള്ള നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ സോളാർ വാച്ചിൽ വയ്ക്കരുത്. കാരണം ചെറിയ തണലിൽ വയ്ക്കാൻ പാടുള്ളൂ. ഫീച്ചറുകൾ ആവശ്യത്തിലധികം ഉണ്ട്. വേൾ ടൈം ഉണ്ട് ഇതിൽ. 31 ടൈം സോൺസ് ഇത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 50 സിറ്റികളിലെ സമയം നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് നമുക്ക് വാച്ച് സെറ്റ് ചെയ്യാനും പറ്റും ഈസി ആയിട്ട്. 5 അല്ലാതെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈമർ ഉണ്ട്, കൗണ്ട് ഡൗൺ ടൈമർ ഉണ്ട്. 2 കൗണ്ട് ഡൗൺ ടൈമറുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ് വാച്ച് ഉണ്ട്. പിന്നെ നമുക്കിതിൽ ഡേയും ഡേറ്റും മന്തും എല്ലാം നമുക്കിതിൽ കാണിക്കും. ഒരു ഡോട്ട് മാട്രിക്സ് ഡിസ്പ്ലേ ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഓട്ടോ കലണ്ടർ ഉണ്ട്. ഇതിന് സെക്കൻഡ് സൂചി ഇല്ല, പകരം സെക്കൻഡ്സ് ഇവിടെ ഈ ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ ഓടിക്കൊണ്ടിരിക്കും. ഇലുമിനേഷൻ ടൈം ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 1.5 സെക്കൻഡ്സ് തൊട്ട് 3 സെക്കൻഡ്സ് വരെ സെറ്റ് ചെയ്യാൻ പറ്റും. ഡേ ലൈറ്റ് സേവിങ്സ് നമുക്ക് ഓണും ഓഫും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ 24 അവർ 12 അവർ ഫോർമാറ്റിൽ ടൈം സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ബാറ്ററി പവർ ഇൻഡിക്കേറ്റർ ഉണ്ട് ഇതിലിപ്പോൾ ഇവിടെ ഈ ഹൈ എന്ന് കാണിക്കുന്നത് ബാറ്ററി ഹൈ ആണെന്നുള്ളതാണ് കാണിക്കുന്നത്. വല്ലപ്പോഴും ഒന്ന് വെളിച്ചം കാണിച്ചാൽ മതി, ഇത് എപ്പോഴും ഹൈ ആയിട്ട് തന്നെ നിൽക്കും. ഫുൾ ചാർജ് ആണെങ്കിൽ 10 മാസം വരെ ചാർജ് നിൽക്കും. പവർ സേവിങ് മോഡിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 23 മാസം, ഏകദേശം 2 വർഷം വരെ ചാർജ് നിൽക്കും. +or-30 സെക്കൻഡ്സ് പെർ മന്ത് ആണ് ഇതിൻ്റെ ആക്യുറസി. 100 മീറ്ററാണ് വാട്ടർ റെസിസ്റ്റൻസ്. വെള്ളം ഒരു വിഷയമല്ല. കൊടും മഴ, വെള്ളപ്പൊക്കം എല്ലാം ഓക്കെയാണ്. അനുഭവമുണ്ട്. ഇംഗ്ലീഷ്, പോർച്ചുഗീസ്, സ്പാനിഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ഇത്രയും ലാംഗ്വേജസ് ഈ വാച്ചിൽ സപ്പോർട്ട് ചെയ്യും. 4700 രൂപയാണ് ഇപ്പോഴത്തെ വില. G-Shockൻ്റെ ലുക്കിൽ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വാച്ച് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങാവുന്ന ഒരു വാച്ചാണ്. ഈ ഇംഗ്ലീഷുകാരൊക്കെ പറയുന്ന പോലെ ഒരു ബീറ്റർ വാച്ചായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവമാണ്. നെഗറ്റീവ് എന്ന് പറയാനായിട്ട് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. മറ്റ് യൂത്ത് സീരീസിലെ വാച്ചുകളെ പോലെ തന്നെ ഇതിൻ്റെ സ്ട്രാപ്പും അത്ര സോഫ്റ്റ് അല്ല. പക്ഷെ അതൊരു കുഴപ്പമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. 6 വർഷം കഴിഞ്ഞ ഒരു വാച്ചിൻ്റെ വീഡിയോ ഇടുന്നത് തന്നെ അതിനോടുള്ള ഒരു ബഹുമാനം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റി, ഫീച്ചേഴ്സ്, അതുപോലെ തന്നെ വിശ്വാസ്യത, ഇത്തരം കാര്യങ്ങൾക്ക് പറ്റിയൊരു വാച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു അടിപൊളി വാച്ചാണ്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും.